സാക്ഷാൽ കുമ്മനം ചേട്ടൻ വന്നാലും ശരി, ഞങ്ങളുടെ നേതൃത്വം ഉണ്ടായിരിക്കുന്നു. എല്ലാവിധ രാജകീയമായ പ്രൗഢിയോടും കൂടി ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സത്യസരണിയിലെത്തിക്കും. അവിടുത്തെ ക്ലാസ് റൂമിൽ അച്ചടക്കമുള്ള ഒരു കുട്ടിയെ പോലെ ഇരിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ ഞങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് ഇസ്ലാം? സത്യത്തിന്റെ മതമായ, സാഹോദര്യത്തിന്റെ മതമായ, കാരുണ്യത്തിന്റെ മതമായ, വിശാലതയുടെ മതമായ, മനുഷ്യ സ്നേഹത്തിന്റെ മതമായ, ഇഹലോകത്തും പരലോകത്തും വിജയം വാഗ്ദാനം നൽകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരാണ്. നല്ല നിലയിൽ വരികയാണ്. അങ്ങനെ അവിടുത്തെ സ്വീകരണം, ബീഫ് ബിരിയാണി വേണമെങ്കിൽ ബീഫ് ബിരിയാണി വെച്ച് സ്വീകരിക്കും. അതല്ല, അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ബീഫ് കഴിക്കൂല എന്ന് പറയുകയാണെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി തന്നിട്ട് ഞങ്ങൾ സ്വീകരിക്കും. ബീഫ് ബിരിയാണി കഴിക്കൂല എന്നൊക്കെ പറയുന്നത് ഒരുതരം തട്ടിപ്പ. അവസരം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി വിഴുങ്ങും. പിന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയുള്ള ബീഫ് വിരോധാണിത്. നമ്മളെ തമ്മിൽ തല്ലിയിട്ട് രക്തബന്ധുക്കളായ ദളിതുകളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ചിട്ട് ഈ മണ്ണിൽ ചോര വീഴ്ത്താൻ ആഗ്രഹിക്കുന്ന സവർണ ഫാഷിസത്തിന്റെ കുതന്ത്രമാണ് ഈ ബീഫ് വിരോധമൊക്കെ. നമുക്കറിയാം. അങ്ങനെ നല്ല നിലയിൽ ഞങ്ങൾ സത്യസരണിയിലേക്ക് സ്വീകരിക്കാൻ, അതിന്റെ അകത്തളം മുഴുവനും കാണിച്ചു കൊടുക്കാൻ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ദീനിന്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പോരാൻ കഴിയും. തിരിച്ചു പോരുമ്പോൾ ഇസ്ലാമിനെ പഠിച്ചതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം എന്താ? കാരണം ഇസ്ലാം ഒരാൾ പഠിച്ചാൽ പൂർണ്ണമായും മനസ്സിന് ബോധ്യപ്പെട്ടതിന് ശേഷം നിർഭയത്വത്തോടുകൂടി ആരെയും ഭയപ്പെടാതെ സ്വന്തം മനസ്സാക്ഷി അനുസരിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന് 100% ബോധ്യപ്പെട്ട് ആരുടെയും സമ്മർദ്ദമില്ലാതെ, പ്രകോപനമില്ലാതെ 100% മനസ്സമാധാനത്തോടുകൂടി ദീന് സ്വീകരിച്ചാലേ അദ്ദേഹം മുസ്ലിമാകുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാവുള്ളൂ. അപ്പൊ കുമ്മനം രാജശേഖരൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു.